പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സെൽഫ് കോൺഫിഡൻസും നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നന്ദി പറയുക, ക്ഷമ ചോദിക്കുക, ദയവായി എന്ന് പറയുക, ഒരാളെ വെൽക്കം ചെയ്യുക, ഇതെല്ലാം നമ്മുടെ ആത്മവിശ്വാസത്തെ വളർത്തുമോ ഇല്ലയോ എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യുന്നത്. എല്ലാവർക്കും സ്വാഗതം. ദൈവാനുഗ്രഹത്താൽ ഞാൻ 10 വർഷം ഇറ്റലിയിലുണ്ടായിരുന്നു. ഇറ്റലിയിൽ ഏത് മൂലക്ക് ചെന്നാലും എപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ് ഗ്രാസിയെ, 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 ഗ്രാസിയെ സിഞ്ഞോറെ, ഗ്രാസിയെ സിഞ്ഞോറ. ഗ്രാസിയെ എന്ന് പറഞ്ഞാൽ നന്ദി പറയുകയാണ്. അത് മാർക്കറ്റിൽ ചെന്നാലാകട്ടെ, അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിൽ ചെന്നാലാകട്ടെ, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിൽ ചെന്നാലാവട്ടെ, എവിടെ ആൾക്കാർ കൂടുമ്പോഴാകട്ടെ, എപ്പോഴും അവരുടെ നാവിൻ തുമ്പിൽ ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഗ്രാസിയെ, ഗ്രാസിയെ, നന്ദി, നന്ദി. അതുപോലെയാണ് ഇപ്പം നമ്മൾ ഒരാളെ കടന്നു പോവുകയാണെങ്കിൽ അവർ പ്രേഗോ, 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 ദയവായി, ദയവായി, ദയവായി. ഇനി എന്തെങ്കിലും നമ്മളോട് ചോദിക്കണമെങ്കിൽ അവർ പെർദോണമി എന്ന് പറയും. പെർദോണമി, എന്നോട് ക്ഷമിക്കണേ, എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് ചെയ്തോട്ടെ, ഞാനൊന്ന് താങ്കളെ കടന്നു പോയിക്കോട്ടെ. അപ്പോൾ മറ്റൊരു പറയും പ്രേഗോ, ദയവായിട്ട്, ദയവായിട്ട് കടന്നു പോകും. അതുപോലെ പ്ലീസ്, പ്ലീസ്, അതും പ്രേഗോ എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. ഒരാൾ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഔഗൂരി, ഔഗൂരി, ആശംസകൾ പറയും. എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു സംസ്കാരത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തീർന്നിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ജോയിന്റ് ഫാമിലിയിലൊക്കെ, അപ്പം നമ്മുടെ അപ്പൂപ്പനും അമ്മുമ്മയും അതുപോലുള്ള ജോയിന്റ് ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കളും മാതാപിതാക്കളുടെ മാതാപിതാക്കളുടെ മക്കളൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഇടങ്ങളെയാണ് ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ അത് ജോയിന്റ് ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറി, അപ്പനും അമ്മയും മക്കളും. അപ്പോൾ അത് ചിലപ്പോൾ ഒരു മകൻ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരു മകൾ ഉണ്ടാവുള്ളൂ. അപ്പനും അമ്മയും ജോലിക്കാരാണ്, അവർ തിരിച്ചു വരുന്നു, അവർ ഭക്ഷണം പാകം ചെയ്യുന്നു, ഒരുമിച്ച് കഴിക്കുന്നു, അവരവരുടെ മുറിയിൽ പോകുന്നു. അപ്പോൾ ഇന്ന് ഒറ്റ വാക്യം പറഞ്ഞാൽ എറ്റിക്കേറ്റ്, അതുപോലെ മാനേഴ്സിൻ്റെ ഒക്കെ ആ ഒരു യുഗം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾക്ക് പുസ്തകങ്ങളിലൂടെയും അതുപോലെ തന്നെ അനുഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ആ ഒരു തലത്തിലേക്ക് നമ്മൾക്കൊരാളെ എന്തെങ്കിലും സഹായം ചെയ്തു കഴിഞ്ഞാൽ താങ്ക് യു, താങ്ക് യു. കർത്താവ് ചോദിക്കുന്നില്ലേ, സുഖം പ്രാപിച്ചവര് 10 പേരല്ലേ, പക്ഷെ ഈ ഒരാൾക്ക് മാത്രമല്ലേ തിരിച്ചു വന്ന് നന്ദി പറയാൻ സാധിച്ചുള്ളൂ, ബാക്കി 9 പേരെവിടെ? എപ്പോഴും നന്ദി പറയേണ്ട ഒരു ആവശ്യകത നമ്മുടെ ജീവിതത്തിൽ അത്രയും വലുതാണ്. നമ്മൾ നന്ദി പറയുന്നവരാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സോറി പറയുന്നവരാണ്. സോറി, ക്ഷമിക്കണോട്ടോ. അതിന്ന് ഭർത്താവ് ഭാര്യയോടും, ഭാര്യ ഭർത്താവിനോടും, മക്കൾ മാതാപിതാക്കളോടും, മാതാപിതാക്കൾ മക്കളോടും ചോദിക്കുന്ന ഒരു സോറി സമ്പ്രദായം, അത് നമ്മുടെ ആത്മവിശ്വാസത്തെ ഒരുപാട് വളർത്തുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുപോലെ നമ്മൾ ഒരാളെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ തിക്കിച്ചെരിഞ്ഞൊക്കെ അങ്ങ് പോകില്ലേ, അതിനേക്കാളും നല്ലതായിട്ട് ദയവായി, പ്ലീസ് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത്രയ്ക്ക് നമ്മുടെ ആത്മവിശ്വാസവും നമ്മളുടെ ഗ്രേഡും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷമ ചോദിക്കുന്നവർ നമ്മളിൽ എത്ര പേരുണ്ട്? നമ്മൾ ക്ഷമ ചോദിക്കുന്നവരാണ്. ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ സോറി എന്ന വാക്ക് പറയാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? ഞാൻ നമ്മൾ എന്നാണ് കേട്ടോ പറയുന്നത്. അതുപോലെ എല്ലാത്തിനും നന്ദി, ഞാൻ എപ്പോഴും നന്ദി പറയും. നന്ദി പറയുമ്പോൾ അച്ഛനിത് എന്തിനാ നന്ദി പറയണമെന്ന് ചോദിക്കും. അപ്പം ഞാനതൊരു ശീലമാക്കി. ഇതാണ്, നമ്മളൊരു കാര്യപ്രവൃത്തി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ, തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഇറ്റ് വിൽ ഗോ ടു അവർ സബ് കോൺഷ്യസ്. നമുക്കറിയാലോ, ബോധതലമുണ്ട്, ഉപബോധതലമുണ്ട്, അബോധതലമുണ്ട്. അപ്പം നമ്മൾ എന്തു ചെയ്താലും, എന്തു പ്രവർത്തിച്ചാലും, എന്ത് ചിന്തിച്ചാലും ഇത് എവിടെ പോയിരിക്കും? നമ്മുടെ ഉപബോധ മനസ്സിൽ പോയിരിക്കും. അപ്പം അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ്. ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു മാർഗം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുക, റിപ്പീറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പോയി കിടക്കും, സബ് കോൺഷ്യസ് മൈൻഡിൽ പോയി കിടക്കും.
സബ് കോൺഷ്യസ് മൈൻഡിൽ ഉപബോധ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് പരീക്ഷയുടെ സമയത്തെല്ലാം ഓർമ്മയിലേക്ക് വരും. ഇതാണ് റിപ്പീറ്റ് കൊണ്ട് നമ്മൾക്കുണ്ടാകുന്നത്. ഇപ്പം നമ്മൾ ജനിക്കുമ്പോൾ തുടങ്ങി അമ്മേ, അമ്മ, പപ്പ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് അവരെ കാണുമ്പോൾ അത് അമ്മ, അപ്പ എന്ന് നമ്മൾ അറിയാതെ തന്നെ വിളിച്ചു പോവുകയാണ്. അതെവിടെ കിടക്കുന്നു? സബ് കോൺഷ്യസ് മൈൻഡിൽ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എപ്പോഴും താങ്ക് യു പറയുന്ന ഒരാളാണെങ്കിൽ അവരെല്ലാ കാര്യത്തിലും താങ്ക് യു പറയും. ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ സോറി പറയുന്ന ഒരാളാണെങ്കിൽ അവരെപ്പോഴും സോറി പറയും. അത് ഓട്ടോമാറ്റിക്. സോറി പപ്പ, സോറി മമ്മ, നമ്മൾ കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ സോറി മോനെ, സോറി മകളെ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ അത് നമ്മുടെ ജീവിതമായിട്ട് മാറണം. അതുപോലെ നമ്മൾ ഒരാളെ കടന്നു പോകുമ്പോഴൊക്കെ പ്ലീസ് പ്ലീസ് എന്ന് പറയില്ലേ? ഇത് നമ്മൾ കൊച്ചുങ്ങളെ ശരിക്കും മാതാപിതാക്കൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളുടെ ജീവിതമായിട്ട് മാറാറില്ല. നമ്മൾ സ്കൂൾ തലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ട് പങ്കെടുക്കുമ്പോൾ, കൂട്ടുകാരൊക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ പക്ഷേ നമ്മൾ അത് അത്രയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കാറില്ല. അങ്ങനെയാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് കൂട്ടുകാരനോടൊരു സോറി ചോദിക്കുക, അല്ലെങ്കിൽ കൂട്ടുകാരിയോടൊരു സോറി ചോദിക്കുക, അല്ലെങ്കിൽ കൂട്ടുകാരിയോട് താങ്ക് യു പറയുക. ഇത് നമ്മുടെ ജീവിതമായിട്ട് മാറുന്നില്ല. ഇത് ജീവിതമായിട്ട് മാറിയ ഒട്ടനവധി പേരുണ്ട് കേട്ടോ. ചില ഓഫീസുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, സ്കൂളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ, നമുക്ക് ബസ്സിൽ ഒരാൾ സ്ഥലം തന്നു കഴിഞ്ഞാൽ നമ്മൾ ചാടിക്കറി അങ്ങ് ഇരിക്കും അല്ലേ? ഒരു താങ്ക് യു പറയുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ്. ഒരു നിറഞ്ഞ പുഞ്ചിരിയോടൊരു നന്ദി പറയുമ്പോൾ. അതുപോലെ നമുക്ക് വെൽക്കം ചെയ്യാനായിട്ട് എപ്പോഴും മനസ്സുണ്ടായിരിക്കണം. വരിക. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ആത്മവിശ്വാസം നമുക്ക് വളർത്താൻ സാധിക്കും. അതുപോലെ കേൾക്കുന്നവരുടെ ആത്മവിശ്വാസം. കാരണം ദ അതർ ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചപ്പോൾ പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. മറ്റുള്ളവർ വളരെ പ്രധാനപ്പെട്ടവരാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് അവരെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കണം. ഇപ്പം എറ്റിക്വേറ്റ് മാനേഴ്സിൻ്റെ അകത്താണ് ഇതെല്ലാം വന്ന് കിടക്കുന്നത്. എറ്റിക്വേറ്റ് മാനേഴ്സൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ മാതാപിതാക്കൾ പഠിപ്പിക്കാറുണ്ട്, സ്കൂളുകളിൽ പഠിപ്പിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കൊച്ചു പ്രീ പ്രൈമറി സ്കൂളിലൊക്കെ അധ്യാപകരുടെ ഒരു പ്രധാനപ്പെട്ട ജോലി അത് തന്നെയാണ്. ഞാൻ CBSE സ്കൂളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അധ്യാപകർ ഇതിനു വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ കാലക്രമത്തിൽ നമ്മൾ അതിൽ നിന്നൊക്കെ മറന്നു പോകാറുണ്ട്. ഇപ്പം നമ്മളൊരു ജനന വീട്ടിൽ ചെന്നാൽ, ഒരു മരണ വീട്ടിൽ ചെന്നാൽ, ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ, ഒരു ആഘോഷത്തിൽ ചെന്നാൽ, ഒരു പാർട്ടിയിൽ ചെന്നാൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരു കൾച്ചറിനനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു ക്രൈസ്തവരുടെ കല്യാണ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിരിയും കളിയും ബഹളവും ആ കുർബാന സമയത്ത്, ആ ചടങ്ങിൻ്റെ സമയത്ത്. മറിച്ച് ഒരു ഹൈന്ദവൻ്റെ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ അച്ചടക്കത്തോടെ എല്ലാവരും നിൽക്കുന്നതാണ്. കാരണം അവിടെ മാരേജിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വധു വരുന്നു, വരൻ വരുന്നു, ആ ചടങ്ങുകളൊക്കെ വളരെ നിശബ്ദമായിട്ടാണ്. കാര്യം ചെറുതായിട്ടൊക്കെ അതായത് അപ്പോൾ ഓരോ അവസരത്തിലും നമ്മൾ പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. ഒരു മരണ വീട്ടിൽ ചെന്നിട്ട് ചിരിയും കളിയും ബഹളവുമായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ കാണുന്നവർക്ക് അത് എന്തോ ഒരു അപക്വമായിട്ട് തോന്നില്ലേ? അപ്പം അതുകൊണ്ട് ഓരോ സ്ഥലത്തും ശരിയായിരിക്കാം, നമ്മളവിടെ ചെന്നപ്പോഴായിരിക്കാം ഒരുപാട് കാലത്തി കണ്ട ഒരു സുഹൃത്തിനെ കാണുന്നത്. അപ്പോൾ നമ്മൾക്കത് സന്തോഷം പങ്കുവയ്ക്കാനുള്ള സമയമാണ്. ഇപ്പം ചിലയിടത്തൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. വളരെ മുതിർന്ന അല്ലെങ്കിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള തലങ്ങളിലൊക്കെ അങ്ങനെ സംഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പനോ അമ്മയോ ഒക്കെ മരിച്ചു കിടക്കുകയാണെങ്കിലും അവരവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷം ഷെയർ ചെയ്ത്, പക്ഷേ അത് ആ സാഹചര്യത്തിന് യോജിച്ചതല്ലാതെ ആകുമ്പോഴും കാണുന്നവർക്ക്, കേൾക്കുന്നവർക്കൊക്കെ അതൊരിത്തിരി അപക്വമായിട്ട്, ഇമ്മച്വറായിട്ട് തോന്നാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇപ്പം എല്ലാവരും എറ്റിക്വേറ്റിൻ്റെയും മാനേഴ്സിൻ്റെയും അടിയിൽ അണ്ടറിൽ നമ്മൾ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്, തലക്കെട്ടിനടിയിൽ കൊണ്ടുവരുന്നുണ്ട്. നമുക്കങ്ങനെ പറയാം വളരെ എറ്റിക്വേറ്റ്. ഇത് നമ്മുടെ തന്നെ വലിപ്പം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ചെല്ലുമ്പോൾ അത് വ്യക്തമായിട്ട് പെരുമാറാനായിട്ട് പഠിക്കുമ്പോൾ കർത്താവ് പറയില്ലേ, നിന്നൊരാൾ അത്താഴത്തിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിലത്തെ സ്ഥലത്ത് പോയി നീ ഇരിക്കണം. അപ്പോൾ നിന്നെ ക്ഷണിച്ചവൻ വന്നുകൊണ്ട് സഹോദര മുൻപോട്ട് കയറിയിരിക്കുന്നു പറയുമ്പോൾ നീ എല്ലാവരുടെയും മുമ്പിൽ ബഹുമാന്യനായിട്ട് തീരും. എറ്റിക്വേറ്റിന് വലിയ വലിയ ഉദാഹരണമാണ്. ആ സമയത്ത് നീ ഓടിച്ചെന്ന് നിന്റെ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് വന്നു ഇരിക്കുകയും നിന്നെ ക്ഷണിച്ച ആൾക്ക്
അതിലും പ്രധാനപ്പെട്ട ഒരാളുണ്ടെങ്കിൽ സഹോദര അങ്ങോട്ട് മാറി എന്ന് പറയുമ്പോൾ നീ എല്ലാവരുടെയും മുമ്പിൽ അപമാനിതനായിട്ട് തിരികെയില്ല. ഭർത്താവ് വേണ്ട, ഗുരുക്കന്മാരൊക്കെ പറയുന്നത് വലിയ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് സമയത്തിന് സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ സാധിക്കുന്നത് നമ്മുടെ ആത്മവിശ്വാസത്തെ ഒരുപാട് വളർത്തും. അതിന് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകണം. അനുഭവങ്ങൾ ഇന്ന് കുടുംബത്തിൽ നിന്ന് ലഭിക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. നമ്മുടെ കുടുംബത്തിൽ അത് ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ചൊരു തിരക്കുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അമ്മ തിരക്കിലാണ്, പപ്പ തിരക്കിലാണ്, മക്കൾ ഇത് ഒരുമിച്ചൊന്ന് കൂടുന്ന എന്തിനാണ്? ഭക്ഷണം കഴിക്കാനും ഒന്ന് തലചായ്ക്കാനും വേണ്ടിയാണ്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയല്ല, കൂട്ടുകുടുംബമായിരുന്നു. ഇപ്പം ഞാൻ തന്നെ വരുന്നത് 7 മക്കളുള്ള വീട്ടിൽ നിന്നാണ്. അപ്പം 7 മക്കൾ ഞങ്ങളുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, അപ്പൻ്റെ അമ്മയും അങ്ങനെ വലിയ ഒരു സമൂഹമുണ്ട്. അപ്പം ഈ സമൂഹത്തിലൂടെ ആയിരിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. എന്നൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. ഇന്നിപ്പോൾ എല്ലാവർക്കും വിവാഹം കഴിഞ്ഞ് അധികം ആവുന്നതിന് മുമ്പ് തന്നെ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കുകയോ അല്ലെങ്കിൽ ഒരു വാടകയ്ക്ക് ഒരു മുറി എടുത്ത് താമസിക്കുകയൊക്കെ ചെയ്യും. കാരണം സ്വന്തം സന്തോഷവും സുഖങ്ങളൊക്കെ അതൊരു പരിധിവരെ നല്ലതുമാണ് കേട്ടോ. ജീവിതത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് മാതാപിതാക്കൾ അവസരം കൊടുക്കുന്നതുമാണ്. എല്ലാം ഫണ്ടമെന്റലി ഗുഡാണ്. ആത്യന്തികമായിട്ട് എല്ലാം നല്ലതാണ്. ഒന്നിനെയും നമുക്ക് കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല. മറിച്ച് അപ്പം അതിൻ്റേതായിട്ടുള്ള കുറവുകളുമുണ്ട്, ഡീമെറിറ്റ്സുമുണ്ട്. ഇതിപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അപ്പം നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ആയിരിക്കേണ്ടത്, ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഞാൻ നന്ദി അർപ്പിക്കേണ്ടത്, ഏതെല്ലാം സ്ഥലത്താണ് ഞാൻ എക്സ്ക്യൂസ് ചോദിക്കേണ്ടത്, ഏതെല്ലാം സ്ഥലത്താണ് ഞാൻ പ്ലീസ് എന്ന് പറയേണ്ടത്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇത് പ്രാക്ടീസിലൂടെയാണ് സംഭവിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഞാൻ എവിടെ ചെന്നാലും താങ്ക് യു പറയും. അത് ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല, മറിച്ച് അത് കുറേ കാലം ഉപയോഗിച്ച് അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തീർന്നു. ഇതുപോലെ നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ അതൊരു ബൈ പ്രാക്ടീസ് ഓൺലി ഇറ്റ് കംസ് ഔട്ട്. നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. നന്ദി പറയുന്നവരായിരിക്കുക, എല്ലാ കാര്യത്തിലും നന്ദി പറയുക. നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പ്രകാരമാണ് എല്ലാ കാര്യത്തിലും നന്ദി പറയുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുക. നമ്മൾ നിറവുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും നന്ദി പറയുന്നവരായിരിക്കും. ക്ഷമ ചോദിക്കേണ്ടടുത്ത് ക്ഷമ ചോദിക്കുന്നവരായിട്ട് തീരണം. നമ്മൾ ക്ഷമ ചോദിക്കേണ്ടത് ഒരാളെ കടന്നു പോകുമ്പോൾ ദയവായിട്ട് പ്ലീസ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നവരായിട്ട് തീരണം. അങ്ങനെ നമ്മുടെ ആത്മവിശ്വാസവും മറ്റുള്ളവരും പ്രധാനപ്പെട്ടവരാണെന്ന് ഒരു ബോധ്യത്തിലേക്ക് അവരെ വളർത്താനും കൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു പറയുക, എക്സ്ക്യൂസിന് സമയത്ത് എക്സ്ക്യൂസ് എന്ന് പറയുക, അതുപോലെ പ്ലീസ് എന്ന് പറയേണ്ടടുത്ത് പ്ലീസ് എന്ന് പറയുക, വെൽക്കം ചെയ്യേണ്ടടുത്ത് വെൽക്കം ചെയ്യുന്നവരാകുക, സോറി പറയുന്നിടത്ത് സോറി പറയുന്നവരാകുക. അതൊന്നും നമ്മുടെ വ്യക്തിത്വത്തെ താഴ്ത്തുകയല്ല, മറിച്ച് നമ്മുടെ വ്യക്തിത്വത്തെ പടിയായിട്ട് ഉയർത്തുകയാണെന്നുള്ള വലിയ ബോധ്യം ജനിക്കാനായിട്ട് അച്ഛൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരവസരത്തിൽ സന്ധിക്കുന്നതുവരെ ഫാദർ തോമസ് കൊടിയൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.